ശിവപ്രീതിക്കായി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചും വ്രതം നോറ്റ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും ഭക്തർ ഇന്ന് മഹാശിവരാത്രി ആഘോഷിക്കും. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടക്കും. പഞ്ചാക്ഷരി മന്ത്രത്താൽ ഭക്തലക്ഷങ്ങൾ മഹാദേവനെ സ്തുതിക്കുന്ന പുണ്യദിനമാണ് ശിവരാത്രി. പ്രധാന ശിവക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. മഹാശിവരാത്രിക്കായി ആലുവ മണൽപ്പുറവും ഒരുങ്ങിക്കഴിഞ്ഞു. മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിയോടെ പിതൃതർപ്പണ കർമ്മങ്ങളും ഔപചാരികമായി ആരംഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, ഭക്തിസാന്ദ്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും പരിസരവും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. വലിയ തിരക്കുണ്ട്. ദർശനത്തിനായി നീണ്ട ക്യൂ ആണ്. ഇത് ക്ഷേത്രത്തിന്റെ ഒരു വശമാണ്. ഈ റോഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രത്തോളം തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് മഹാശിവരാത്രിയോടൊപ്പം തന്നെ പ്രദോഷ വ്രതം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ദർശനത്തിനായുള്ള തിരക്കാണ് കാണുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ദീപാരാധന സമയമാകുമ്പോഴും തിരക്ക് ഇരട്ടിയിലധികമാകും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശിവരാത്രി വ്രതം ഏറ്റവും കൂടുതൽ ഭക്തർ ആചരിക്കുന്നതും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ തന്നെയാണ്. ഇന്നേ ദിവസം പ്രത്യേക പൂജകളും വഴിപാടുകളും വ്യാമപൂജയും ഉൾപ്പെടെ ഈ ഒരു ശിവരാത്രി ദിനത്തിന്റെ ഭാഗമായി ഇന്ന് ക്ഷേത്രത്തിലുണ്ട്. പ്രത്യേക പൂജയുണ്ട്. രാവിലെ മുതൽ ആരംഭിച്ച ദർശനം ഇപ്പോഴും തുടരുകയാണ്. വിവിധ വാതിലുകളിലൂടെ ആയിരുന്നു നേരത്തെ ദർശനം അനുവദിച്ചിരുന്നതെങ്കിൽ ഈ തിരക്ക് കാരണം ഒരു വാതിലിൽ കൂടി മാത്രമാണ് നിലവിൽ ഇപ്പോൾ ദർശനം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വാതിലിൽ കൂടി ദർശനം അനുവദിക്കുകയാണെങ്കിൽ ഇത് വലിയ തിരക്കിന് കാരണമാകും. കാരണം അത്രത്തോളം തിരക്ക് ക്ഷേത്രത്തിൽ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്താനുള്ള 8 വ്രതങ്ങളിൽ ആ വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. ശിവരാത്രി വ്രതം എടുക്കുന്നത് ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തി നേടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇന്നേ ദിവസം തന്നെയാണ് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുമ്പോൾ ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുന്ന കാളകൂട വിഷം പുറത്തു വന്നു. വിഷം ഭൂമിയിൽ സ്പർശിച്ച് ജീവജാലങ്ങൾക്ക് നാശമുണ്ടാകാതിരിക്കാനായി ലോകരക്ഷയ്ക്കായി ശിവഭഗവാൻ ആ വിഷം പാനം ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഹാനികരമാകാതിരിക്കാനായി പാർവതി ദേവി മഹാദേവന്റെ കണ്ഠത്തിൽ മുറുകെ പിടിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ വിഷം മഹാദേവന്റെ കണ്ഠത്തിൽ ഉറഞ്ഞ് കഴുത്തിൽ നീല നിറമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് മഹാദേവനെ നീലകണ്ഠൻ എന്നുള്ള ഒരു പേര് കൂടി ഉള്ളത്. ദേവന് ആപത്ത് വരാതിരിക്കാനായി പാർവതി ദേവി ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. വ്രതമെടുക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതുമാണ് ഇന്നേ ദിവസത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ശിവരാത്രി വ്രതം. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിനും ദീർഘായുസിനും ഒക്കെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണെന്നുള്ളത് ആ രീതിയിലാണ് ഭക്തരുടെ വിശ്വാസം. ഇന്ന് ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടുകളും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഫലദായകമാണ്. കൂവളത്തില സമർപ്പണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ കൂവളത്തില സമർപ്പണവും ജലധാരയും പിൻവിളക്കും ഒക്കെ നടത്താറുണ്ടെങ്കിൽ പോലും ഈ ശിവരാത്രി ദിനം ഇത്തരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നതിന് വേണ്ടി വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ദിവസം അത്രമേൽ പുണ്യമായൊരു ദിവസമാണ്. ഈ ദിവസത്തിൽ വ്രതം നോറ്റ് ഈ വഴിപാടുകൾ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ പുണ്യമായി ഭക്തർ കാണുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളും വഴിപാടുകളും ഈ ശിവരാത്രി ദിവസത്തിന്റെ ഭാഗമായി ഓരോ ക്ഷേത്രങ്ങളിലും ഇന്ന് ഓരോ വഴിപാടുകളും നടത്തുന്നുണ്ട്. പ്രത്യേക വഴിപാടുകൾ വൈകുന്നേരത്തോടു കൂടിയാണ് ശിവരാത്രി പൂജ ആരംഭിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി ഭഗവാനെ പുറത്തെഴുന്നള്ളിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ യാമപൂജയും ഉൾപ്പെടെ ശിവരാത്രി ദിനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. അതോടൊപ്പം കലാപരിപാടികളും മറ്റ് ഉറക്കമുളച്ചാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സമീപത്ത് പ്രത്യേകിച്ചുള്ള കലാപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ മറ്റ് ശിവക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏതായാലും
ശിവരാത്രി ദിവസവും പ്രദോഷം എന്ന് പറയുന്ന മഹാദേവനും ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വ്രതം കൂടിയാണ് പ്രദോഷവും ശിവരാത്രിയും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ച തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ദർശനത്തിനായുള്ള ഒരു ക്യൂ ക്ഷേത്രത്തിന്റെ പിൻഭാഗം വരെ നീണ്ടിട്ടുണ്ട്. രാവിലെ ദർശനം ഏതായാലും ഇന്നത്തെ ഒരു ദിവസമായതുകൊണ്ട് തന്നെ ദർശന സമയം ഉൾപ്പെടെ നീട്ടിയിട്ടുണ്ട്. ദർശനത്തിനുള്ള പ്രത്യേക ക്രമീകരണവും ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. രശ്മി തുടരുക. ഇപ്പോൾ ആലുവ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും സുധീഷ് ഗോപാൽ കൂടി ചേർന്നുണ്ട്. സുധീഷ, രാവിലെ മുതൽ തന്നെ വളരെ വലിയ തിരക്ക് തന്നെയല്ലേ അവിടെ അനുഭവപ്പെടുന്നത്? വിഷ്ണു, പുലർച്ചെ ഏതാണ്ട് 5 മണി മുതൽ തന്നെ ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. നാളെയാണ് പിതൃതർപ്പണം പ്രധാനമായും നടക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതലാണ്. എന്നാൽ പോലും ഇന്ന് പുലർച്ചെ തന്നെ മഹാശിവരാത്രി ദിവസം മഹാദേവനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ വഴിപാടുകൾ നടത്തുന്നതിനും അതിലുപരി ആയി ഇവിടെ പിതൃതർപ്പണം നടത്തുന്നതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആണ് ഇവിടെ എത്തിച്ചേരുന്നത്. ആ രീതിയിൽ വലിയ തിരക്കാണ് പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ആലുവ മണപ്പുറം ആകെ തന്നെ ഭക്തരെ കൊണ്ട് നിറയും. അർദ്ധരാത്രി മുതലാണ്, ശിവരാത്രിയുടെ ആ മുഹൂർത്തം മുതലാണ് പിതൃതർപ്പണത്തിനുള്ള ഔദ്യോഗികമായ തുടക്കമാകുക. അത് ഏതാണ്ട് ഞായറാഴ്ച, അതായത് ഈ കുംഭമാസത്തിലെ അമാവാസി നാൾ വരെയും ആ പിതൃതർപ്പണത്തിനുള്ള സമയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആ രീതിയിൽ ഞായറാഴ്ച വരെയും പിതൃതർപ്പണ ചടങ്ങുകൾ തുടരും. ഇന്ന് അർദ്ധരാത്രി മുതലാണ് ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. ഇതിനായി 116 ബലിപ്പുരകളാണ് ഒരുക്കിയിട്ടുള്ളത്. 300ഓളം പുരോഹിതരുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്കും മറ്റും ഉള്ള സൗകര്യങ്ങളെല്ലാം തന്നെ വിവിധ സർക്കാർ വകുപ്പുകളും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ, സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെയും എല്ലാ നേതൃത്വത്തിൽ ഒരുക്കി കഴിഞ്ഞു. പ്രത്യേക ബസ് സർവീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ദക്ഷിണ റെയിൽവേയും പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷമിക്കണം. അതോടൊപ്പം തന്നെ ആണ് കൊച്ചി മെട്രോയും പ്രത്യേക സർവീസുകൾ നടത്തുന്നു. ആ രീതിയിൽ ഇവിടേക്ക് ഭക്തർക്ക് എത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നു. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പിതൃതർപ്പണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏത് രീതിയിലാണ് നടക്കുന്നതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ പുരോഹിതരോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്ത് തന്നെയായാലും 116 ബലിപ്പുരകളിലായാണ് ഇതിനുള്ള ഒരു ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം 300ഓളം പുരോഹിതരെയും വിനിയോഗിച്ചിരിക്കുന്നു. ആ പുരോഹിതരിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ രീതി എങ്ങനെയാണെന്നത് ഒന്ന് ചോദിച്ചറിയാം. ഇത്തരത്തിൽ ഇപ്പോഴും ഇന്ന് അർദ്ധരാത്രി മുതലാണ് ബലിതർപ്പണത്തിൻ്റെ യഥാർത്ഥ സമയമെങ്കിൽ പോലും വിവിധ ആൾക്കാർ, ഭക്തർ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഏത് രീതിയിലാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ? ഇവിടുത്തെ ശിവരാത്രിയോടുകൂടി പിന്നെ ഒരിക്കലൊക്കെ എടുത്ത് അഖണ്ഡ നാമ ഭക്തിയോടുകൂടിയും വളരെ വ്രതശുദ്ധിയോടുകൂടി അഖണ്ഡ നാമജപ ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ പിതൃക്കളെ സംതൃപ്തിപ്പെടുത്തി ഇന്നത്തെ ദിവസം ഭഗവാനെ ദർശിക്കണമെന്നാണ്. ദർശിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങൾ ഉണ്ടാവുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ഇന്ന് അർദ്ധരാത്രിക്കാണ് യഥാർത്ഥ സമയം ആരംഭിച്ച. എന്നുവരെയാണ് ഇതിനുള്ള ഒരു സമയം? ഇന്ന് ശരിക്കും അർദ്ധരാത്രി മുതലാണ്, 12 മണി കഴിഞ്ഞാണ് ശരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്ക് വരുന്നത്. പിന്നെ ശാരീരികമായിട്ട് ഈ തിരക്കിൽ വന്ന് ബലികർമ്മം ചെയ്യാൻ അസ്വസ്ഥത ഉള്ളവരും പിന്നെ തിരക്കും കാര്യങ്ങളും പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ വന്ന് ശരിക്കും ബലിയിടുന്നത്. ശരിക്കും അതിൻ്റെതായിട്ടുള്ള സമയം തുടങ്ങുന്നത് ഇന്ന് രാത്രി 12 മണി മുതലാണ്. ഇന്ന് രാത്രി 12 മുതൽ കുംഭമാസത്തിലെ അമാവാസി ഞായറാഴ്ച വരെ ഇതിനുള്ള സമയം ഉള്ളതായിട്ടാണോ? ഞായറാഴ്ച ഇതേ സമയം അല്ലെങ്കിൽ ഒരു ഉച്ചവരെ എന്തായാലും ഉണ്ടാവും. എന്തു തന്നെയായാലും ഇവിടെ ആലുവ മണപ്പുറത്ത്, ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണപ്പുറത്താണ് ബലിതർപ്പണം നടത്താൻ എത്തുന്നത്. 116 ബലിപ്പുരകൾ. ഇവിടെ നിന്നും പെരിയാറ്റിൽ ആലുവ പുഴയിൽ കുളിച്ച് വൃത്തിയോടെ കൂടിയാണ് ബലിതർപ്പണത്തിന് എത്തുന്നത്. അതിനുശേഷം ഈ ബലിതർപ്പണം നടത്തുന്നതും ആലുവ പുഴയിൽ തന്നെയാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇവർക്കുള്ള സുരക്ഷ, ഭക്തർക്കുള്ള സുരക്ഷയ്ക്കായി നേവിയുടെ സഹായം തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഗ്നിശമന സേന, പോലീസ് അടക്കമുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവരും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ വളരെ സുരക്ഷിതമായി എല്ലാ ഭക്തർക്കും ബലിതർപ്പണം നടത്തി മഹാദേവന്റെ അനുഗ്രഹം തേടി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് ഓരോ വർഷവും ഇവിടുത്തെ തിരക്കേറി വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ
അത്തരത്തിലുള്ള ഒരു വലിയ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഇവിടെ അന്നദാനം അടക്കമുള്ള കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉച്ച മുതൽ തന്നെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ആ രീതിയിൽ കടുത്ത വെയിലിലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കത്തക്ക രീതിയിലാണ് ഹൈന്ദവ സംഘടനകളും ഇതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. എന്തു തന്നെയായാലും ശിവരാത്രി ദിനാഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഭക്തർ ഒക്കെ തന്നെയും വളരെയധികം ആഘോഷങ്ങളിലാണ് നിലവിലുള്ളത്. രശ്മി കാർത്തികയും സുധീഷ് ഗോപാലുമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.